ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരായ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തി വരുന്ന അവരുടെ ചില ക്വാളിറ്റികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാത്രമുള്ളതായി പറയുന്ന ഈ കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ മറ്റൊന്നുകൂടി പഠിക്കാനാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അനാവശ്യവും മോശപ്പെട്ടതുമായ കാര്യങ്ങളുമായി അവർ സമീപിക്കേണ്ട സാഹചര്യം വന്നാൽ അതിലേക്ക് എത്തി നോക്കാതെ, അതിന് സാക്ഷിയാകാതെ വളരെ മാന്യമായി മാറിപ്പോകുന്ന, മാന്യമായി നടന്നു പോകുന്ന അടിമകളാണ് അവരെന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കായി ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിനായി പഠിപ്പിച്ച 11ാമത്തെ ഗുണം അവർ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് എന്നതാണ്. ഇവിടെ നമ്മൾ ഓതിക്കേൾപ്പിച്ച ഈ ഖുർആനിക വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം അസ്സൂർ, അതുപോലെ തന്നെ അൽ-ലഗ്വ്, ഈ രണ്ട് പദങ്ങളാണ്. അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് നൽകിയ അർത്ഥങ്ങളിൽ നമുക്ക് പല അർത്ഥങ്ങളും കാണാം. ഒന്ന്, ശിർക്ക്. ഏറ്റവും ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാലും ശിർക്ക് ചെയ്യുന്നവനാണെങ്കിൽ അവൻ്റെ ശിർക്കിനെ അള്ളാഹു മാപ്പാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തുപോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ, ഇസ്ലാമിൻ്റെ അകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പഠിപ്പിച്ച ആ നിബന്ധന, ഷഹാദത്ത് കലിമ, അത് ഉരുവിട്ട് തിരിച്ച് പ്രവേശിക്കണമെന്നാണല്ലോ. ആ അർത്ഥത്തിൽ അത്രയും വലിയ പാതകമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥം പണ്ഡിതന്മാർ ഇതിന് കൊടുക്കുന്നുണ്ട്. മറ്റു ചില അർത്ഥങ്ങളും കാണാം. വിഗ്രഹാരാധന, കളവ്, അധർമ്മം, അനാവശ്യം, പൊള്ളയായ കാര്യങ്ങൾ എന്നൊക്കെയാണ് ആ അർത്ഥങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാജത്തിന് സാക്ഷി നിൽക്കാത്ത ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്റെ ചില അധ്യാപനങ്ങളുണ്ട്. മഹാനായ സ്വഹാബി അബീ ബക്കറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബാഇരി സലാസൻ. പാപങ്ങളിലെ, വൻപാപങ്ങളിലെ 3 ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അൽ ഇശ്റാഖു ബില്ലാഹി വ ഉഖൂഖുൽ വാലിദൈൻ വ ഷഹാദത്തുസ് സൂർ ഔ ഖൗലു സൂർ. ഒന്ന് അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. മറ്റൊന്ന് വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കലാണ്. വ ഷഹാദത്തുസ് സൂരി ഔ ഖൗലു സൂർ. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് കളവ് പറയുക അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിക്കുക എന്നതാണ്. ഈ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രവാചകന്റെ അവസ്ഥ സ്വഹാബികൾ വിശദീകരിക്കുന്നുണ്ട്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തകിഅൻ ഫജലസ ഫമാ സാല യുകർരിറുഹാ ഹത്താ ഖുൽനാ ലൈതഹു സഖത. തിരുമേനി ചാരിയിരിക്കുകയായിരുന്നു, പിന്നീട് നിവർന്നിരുന്ന് ഇത് ആവർത്തിക്കുകയുണ്ടായി. അവിടുന്ന് പ്രവാചകൻ ഈ പറയുന്ന വാക്കുകളൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുമാറ് പ്രവാചകൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ന്
സ്വഹാബികൾ ഈ സംഭവത്തെ ചൊല്ലി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ ലാ യഷ്ഹദൂന സൂർ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്വാളിറ്റിയായി ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ ക്വാളിറ്റിയായി പഠിപ്പിക്കുന്നത് ലാ യഷ്ഹദൂന സൂറ, അവർ സൂറിന് സാക്ഷ്യം നിൽക്കാത്ത ആളുകളാണ് എന്നാണല്ലോ. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് സലഫുകളിൽ നിന്നുള്ള ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു ജരീർ അത്വബരി, പ്രശസ്ത വിഖ്യാതാവായ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, ഫഔലൽ അഖ്വാലി ബിസ്സവാബി ഫി തഅ്വീലിഹി അൻ യുഖാൽ, ഈ ആയത്തിന് പറയപ്പെട്ട വിശദീകരണത്തിൽ പറയാൻ സാധിക്കുന്ന ഏറ്റവും നല്ല വ്യാഖ്യാനം വല്ലദീന ലാ യഷ്ഹദൂന ശൈഅൻ മിനൽ ബാത്തിലി എന്നാണ്. ബാത്തിലായ ഒന്നിനും സാക്ഷ്യം വഹിക്കാത്ത ആളുകൾ, ബാത്തിലായ ഏതെല്ലാം കാര്യമുണ്ടോ അതിലേക്കൊന്നിലേക്കും കടന്നു ചെല്ലാത്തവർ. ലാ ഷിർക്കൻ, അത് ഷിർക്കാവട്ടെ, വലാ ഗിനാഅൻ, മ്യൂസിക് പോലുള്ളതാകട്ടെ, വലാ കദിബൻ വലാ ഗൈറഹു, കളവാകട്ടെ, അതിന് സമാനമായ ഇതുപോലുള്ള എന്ത് കാര്യവുമാകട്ടെ അതിലൊന്നും അവർ സാക്ഷികളാവുകയില്ല. വകുല്ലമാ ലസിമഹു ഇസ്മു സൂർ, സൂർ എന്ന് പറയാൻ പറ്റുന്ന എല്ലാത്തിൽ നിന്നും അവർ മാറി നിൽക്കും എന്നതാണ്. ലിഅന്നല്ലാഹ അമ്മ ഫി വസ്ഫി ഇയാഹും അന്നഹും ലാ യഷ്ഹദൂന സൂറ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അസ്സൂർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ ഒരു പൊതുവായ പദപ്രയോഗമായിട്ടാണ് അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ സൂറിനെ സാക്ഷ്യം വഹിക്കാത്ത ആളുകൾ എന്നാണല്ലോ അവരെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മറ്റൊരു വശമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് സംസാരത്തിലെ സത്യസന്ധത വ്യക്തിത്വത്തിന്റെ ഗുണമാണ് എന്ന അർത്ഥത്തിലാണ്. അസത്യവും അർദ്ധസത്യവും മുസ്ലിമിന്റെ സംസാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. കള്ളസാക്ഷ്യം വഹിക്കുന്നതും കളവിനെ പിന്തുടരുന്നതും ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. ഇത് നൽകിയ മൊഴി നാളെ മാറ്റിപ്പറയുന്നവരും ഇന്ന് നൽകിയ മൊഴി നാളെ മാറ്റിപ്പറയുന്നവരും സമൂഹത്തിലെ മാന്യരായ വ്യക്തികളെ താറടിച്ചു കാണിക്കാൻ കോടതികളിൽ ഇല്ലാ കഥകളുണ്ടാക്കി കേസ് കൊടുക്കുകയും ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ്. ഈ അർത്ഥത്തിൽ ഏതെല്ലാം തിന്മകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവന്റെ പ്രത്യേകമായ അടിമകൾക്ക് ഇല്ല എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, റഹ്മാനായ റബ്ബിന്റെ അടിമകളെ സംബന്ധിച്ചിടത്തോളം വൃത്യമായ കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുമെന്നുള്ളതാണ്. വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യമെന്ന നിലക്ക് മാറി നിൽക്കുന്നതിനെ പറ്റി, തിരിഞ്ഞു പോകുന്നതിനെ പറ്റി ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ലഗ്വ്, അവർ വൃത്യമായ വല്ലതും കേട്ട് കഴിഞ്ഞാൽ അഅറദു അൻഹു, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമെന്നുള്ളതാണ്. വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ആ വൃത്യമായതുമായി നടക്കുന്ന ആളുകളോട് അവർ പറയുന്ന വാക്ക് ലനാ അഅമാലുനാ, ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി നടക്കട്ടെ, വലക്കും അഅമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം എന്ന് അവർ പറയും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾ വിഡ്ഢികളായ ആളുകളെ ആഗ്രഹിക്കുന്നില്ല, അവരെ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർ മാറിപ്പോകുമെന്നാണ് അത് സംബന്ധിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്ന ആ ക്വാളിറ്റി, ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആ അടിമകൾക്ക് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വൃത്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് സത്യസന്ധമായ ഒരു ജീവിതം നയിക്കാൻ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ അടിമകളുടെ ക്വാളിറ്റിയിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് അവർ മാറി നിൽക്കുന്നത് എന്ന് നമുക്ക് ചെറിയ നിലക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് കളവ് പറയുക എന്ന കാര്യമാണ്. വ ഇന്നൽ കദിബ, കളവ് എന്ന് പറഞ്ഞാൽ യഹ്ദി ഇലൽ ഫുജൂർ, തമ്മാടിത്തത്തിലേക്ക് നയിക്കുന്നതാണ്. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, തമ്മാടിത്തമോ നരകത്തിലേക്ക് നയിക്കുന്നതും. ഒരടിമ കളവ് പറയുന്നു, അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കളവ് പറയുന്നവനാണ്, കള്ളനാണ് എന്ന അർത്ഥത്തിൽ അവനെ രേഖപ്പെടുത്തി വെക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിജയത്തിന് വേണ്ടി, നമുക്കുണ്ടാകേണ്ട നേട്ടത്തിന് വേണ്ടി, സന്ദർഭങ്ങളിൽ നമ്മൾ ജയിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ വലിയ ആളായി തോന്നുവാൻ വേണ്ടി ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ കളവ് പറയുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട്, അറിയാറുണ്ട്. നമ്മുടെ സഹോദരങ്ങളോടും നമ്മളും നമ്മുടെ കുടുംബത്തോടും എല്ലാവരോടും നമ്മൾ തിരുത്തി കൊടുക്കേണ്ട, ഉപദേശമായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സത്യസന്ധത പുലർത്തുക എന്നുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ, അതിന് നേരെ എതിരാണല്ലോ ഈ കളവ് പറയുക എന്ന മോശം സ്വഭാവം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്, കേട്ടതെല്ലാം വിളിച്ചു പറയുന്ന സ്വഭാവം. ഈ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമെന്തെന്ന് വെച്ചാൽ
ഒരാൾ ഒരു കാര്യം കേൾക്കുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ആ കാര്യം സത്യമല്ലെങ്കിൽ, അവൻ കേട്ട കാര്യം സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ അതവൻ പ്രചരിപ്പിക്കുന്നതിലൂടെ സത്യമല്ലാത്ത കാര്യത്തെ പ്രചരിപ്പിക്കുന്നവനായി മാറുകയാണ് ചെയ്യുന്നത്. കഫാബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു, ഒരടിമ അവൻ കേൾക്കുന്നതെല്ലാം മറ്റുള്ളവരോട് പറയുന്നത് തന്നെ അവന് കളവായിട്ട് മതി എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഏഷണി എന്ന വലിയ തിന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടെ നമ്മെ പഠിപ്പിച്ച വലിയൊരു തിന്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്തിൽ കാണാം, വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ മാംസം നിങ്ങൾ ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഫകരിഹ്തുമൂഹു, നിങ്ങൾ അതിനെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ ഏഷണി പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവന്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ പറ്റി അവൻ വെറുക്കുന്ന കാര്യങ്ങൾ നീ പറയലാണ് ഏഷണി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു തിന്മ പരദൂഷണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരദൂഷണം പറഞ്ഞു നടക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഖബറിൽ വെച്ച് പോലും ശിക്ഷക്ക് കാരണമാകുന്ന വലിയ തിന്മയായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരദൂഷണം പറയുന്നതിനെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് ഗീബത്താണ്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഏഷണി. രണ്ടാമത്തത് പരദൂഷണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമ്മാം എന്ന് പ്രയോഗിച്ച നമീമത്തായി നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു തിന്മ. മറ്റൊരു തിന്മ സംഗീതം എന്നുള്ളതാണ്. വളരെ സാർവത്രികമായി ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നു പോലും അതിന് വലിയ സാധ്യതകൾ നൽകുകയും അതൊരു കുറ്റമല്ല എന്ന് മനസ്സിലാക്കുകയും അത് കുറ്റമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. വമിനന്നാസ് മയ്യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. കഠിനമായ ശിക്ഷ ലഭിക്കുന്ന തിന്മയായിട്ടാണ് സംഗീതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മനുഷ്യൻ അവന്റെ ജീവിതത്തെ യഥാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ ദിക്റിനെ അവൻ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതില്ലെന്ന്, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആലോചിച്ച് അവന്റെ ഇസ്ലാമികപരമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നതാണ് അവൻ സംഗീതം കേൾക്കുക എന്നുള്ളതും അതിൻ്റെ ആളായി മാറുക എന്നുള്ളതും. അതുകൊണ്ട് അത്തരം വലിയ തിന്മകളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ദിക്റിനെ നമുക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ആവട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടെ ഉണർത്തിയ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഉണർത്തിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുക എന്ന കാര്യമാണ്. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറഞ്ഞ് അതിന്റെ ആഴങ്ങളിലേക്ക് സംസാരിച്ച് അതിൽ അവർ അള്ളാഹു ഉദ്ദേശിക്കാത്ത പല ആശയങ്ങളും പറഞ്ഞ് അതിനെ വികൃതമാക്കുന്ന ആളുകളുണ്ട്. ഫഅരിദ് അൻഹും, അവരെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അവർ അതല്ലാത്ത മറ്റു സംസാരത്തിലേക്ക് മാറിപ്പോകുന്ന സമയം വരെ നീ അവരിലേക്ക് ചെന്ന് ചേരരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിച്ചു കളയുന്ന, ഇസ്ലാമിന്റെ ശിആറുകളെ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ വേഷത്തെയും അവർ കൊണ്ടു നടക്കുന്ന നല്ല മൂല്യവത്തായ നന്മകളെയും കളിയാക്കുന്ന, പരിഹസിക്കുന്ന സ്വഭാവം അത് നമ്മൾക്കുണ്ടായിക്കൂടാം. നമ്മുടെ സഹോദരങ്ങളിൽ അത് വ്യാപകമായി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ എതിർക്കണം. നമ്മൾ അവർക്ക് ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് ആ വിഷയത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നാണല്ലോ സൂചിപ്പിച്ചത്. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വൃത്യമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ നമ്മൾ ഇവിടെ എണ്ണി പറഞ്ഞതെല്ലാം ഉൾപ്പെടുത്തി അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഘുവിനെ തൊട്ട്, വൃത്യമായ കാര്യത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയ രൂപത്തിൽ വിശ്വാസികളുടെ ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇബാദുർ റഹ്മാനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു പഠിപ്പിച്ച ഈ രൂപത്തിലുള്ള വിശേഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.